കേരളത്തിലെ ഉത്സവ നടത്തിപ്പുകളിൽ ആനയെഴുന്നള്ളിപ്പും വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് നിയമ ഭേദഗതികൾ ഉണ്ടായില്ലെങ്കിലും ഉത്സവങ്ങൾ മുൻകാലങ്ങളിലേതുപോലെ നടത്താൻ ഒറ്റപ്പാലത്ത് ചേർന്ന ജില്ലയിലെ ഉത്സവ സംഘാടകരുടെ യോഗത്തിൽ തീരുമാനം. ജില്ലയിലെ മുഴുവൻ ഉത്സവ കമ്മിറ്റികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ബഹുജന പ്രതിഷേധ പരിപാടികൾ നടത്താനും യോഗത്തിൽ തീരുമാനമായി. സംസ്ഥാനത്തെ ഉത്സവങ്ങളിൽ വെടിക്കെട്ടും ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് ജില്ലാ വെടിക്കെട്ട് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഉത്സവ സംഘാടകരുടെ യോഗം ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരം പാലപ്പുറം ദേശ കമ്മിറ്റി ഹാളിൽ വെച്ച് നടന്നത്. 48ലധികം ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ, ആന ഉടമകൾ, വെടിക്കെട്ട് കരാറുകാർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. മുൻ MP S അജയ്കുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു. ഉത്സവങ്ങൾ പ്രതിസന്ധിയിലായി എന്ന് പറഞ്ഞാൽ കേരളീയ സംസ്കാരം അപകടത്തിലായി എന്നാണ് ആചാരത്തിനും വിശ്വാസത്തിനും കാലാതീതമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. പക്ഷെ നിർഭാഗ്യവശാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഈ ഉത്സവത്തിന് വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട മാരകമായിട്ടുള്ള ചില നിയമങ്ങൾ കൊണ്ടുവന്നതിൻ്റെ ഭാഗമായി വലിയ പ്രതിസന്ധിയിലായി. ആ പ്രതിസന്ധിയെ പലരും ഗവൺമെന്റിനെ ഉപയോഗിച്ച്, ജനപ്രതിനിധികളെ ഉപയോഗിച്ച് ഒക്കെ തരണം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഈ പാലപ്പുറത്തുകാരുടെ അനുഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നേ വരെ വെടിക്കെട്ട് മുടങ്ങിയിട്ടില്ല. പല സ്ഥലത്തും മുടങ്ങിയപ്പോഴും പാലപ്പുറത്ത് മുടങ്ങിയിട്ടില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെട്ട് നിയമനിർമ്മാണം നടത്തുക, നിയമ ഭേദഗതി ഉണ്ടായില്ലെങ്കിൽ ഉത്സവങ്ങൾ മുൻകാലങ്ങളിലേതുപോലെ നടത്തുക, ജില്ലയിലെ മുഴുവൻ ഉത്സവ കമ്മിറ്റികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ബഹുജന പ്രതിഷേധ പരിപാടി നടത്തുക തുടങ്ങിയ വിവിധ തീരുമാനങ്ങളാണ് കൈക്കൊണ്ടതെന്നും വെടിക്കെട്ട് സംരക്ഷണ സമിതി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പുത്തൻവീട്ടിൽ ശശിധരൻ പറഞ്ഞു. ക്ഷേത്ര വെടിക്കെട്ട് സംരക്ഷണ സമിതിയുടെ ഇന്ന് യോഗം ചേർന്നതിന്റെ തീരുമാനങ്ങളാണ് വായിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സർക്കാരുകൾ ഇടപെട്ട നിയമനിർമ്മാണം നടത്തണം. ഉത്സവം നടത്താൻ അനുമതി ലഭിച്ചില്ലെങ്കിൽ കാലാകാലങ്ങളായി ആചരിച്ചു വരുന്ന ആചാരാനുഷ്ഠാനങ്ങളും സംസ്കാരവും സംരക്ഷിച്ച് പോരേണ്ടതുണ്ട് എന്നതുകൊണ്ട് ജനങ്ങളുടെ കൂട്ടായ്മയോടുകൂടി ഉത്സവം നടത്തേണ്ടി വരും. പാലക്കാട് ജില്ലയിലെ മുഴുവൻ ഉത്സവ കമ്മിറ്റികളും ഉൾപ്പെടുത്തി ബഹുജന പ്രക്ഷോഭം പരിപാടി നടത്തും. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരെ നേരിൽ കണ്ട് നിവേദനം കൊടുക്കും. ചീഫ് ജസ്റ്റിസിനെ കത്തയക്കും. തൃശ്ശൂർ ജില്ലയിലെ ഉത്സവ കമ്മിറ്റികളുമായി കൂടി ആലോചിച്ച് സംയുക്തമായി നിയമ പോരാട്ടങ്ങൾക്ക് രൂപം നൽകും. ഇതാണ് നമ്മുടെ ഇന്ന് കൂടിയ യോഗത്തിലെ. ഒറ്റപ്പാലം നഗരസഭ വൈസ് ചെയർമാൻ K രാജേഷ്, ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീവത്സൻ, M മാധവിക്കുട്ടി, AR രാജേഷ്, M സുഭാഷ് തുടങ്ങിയവരും പങ്കെടുത്തു. മലബാർ ന്യൂസ്, മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ HD പ്രാദേശിക ചാനൽ.